മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? വ്യത്യാസമൊന്നുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം പിണറായി വിജയനെ പറ്റിയിട്ട്? മുഖ്യമന്ത്രി നിലയിൽ കുഴപ്പമില്ല, പക്ഷെ ആഭ്യന്തരം പരാജയമാണ്. CH കുഞ്ഞമ്പുന് ഇവിടെ സാധ്യത ഉണ്ടോ ജയിക്കാൻ? 70% അല്ല, രാഷ്ട്രീയക്കാരോട് എല്ലാം കിട്ടണ്ടേ? നിങ്ങളെപ്പോലുള്ള നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കിട്ടണ്ടേ? കേരള മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഒന്നുമില്ല. ജയിച്ചു വരുന്നത് നല്ല സ്ഥാനാർത്ഥി സാധ്യത ഉണ്ട്, UDF സാധ്യത ഉണ്ട്. പറയാനോ ഞങ്ങള് ചങ്കാട് UDF നല്ലൊരു സ്ഥാനാർത്ഥി വന്നാലേ ഏറ്റവും സാധ്യത ഉണ്ടോ? മറിയാൻ ചാൻസ് ഉണ്ട്. മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. കുഞ്ഞമ്പ് വരില്ലേ? ഓക്കെ ആണ് ഇല്ലേ? ബാക്കി കോൺഗ്രസിന്റെ മറ്റേ MP മാരൊന്നും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കില്ല, എവിടെ ഇല്ല. ജയിക്കാനുള്ള സാധ്യത ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് നല്ല വ്യക്തിനെ നിർത്തുകയാണെങ്കിൽ അയാൾ ജയിക്കും, അല്ലെങ്കിൽ കുഞ്ഞമ്പ് ജയിക്കും. റംസാന്റെ കച്ചവടമാണ് ഇല്ലേ? ഓക്കെ. പിന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പു അല്ലേ, ഇവിടെ MLA ആയിട്ട് ജയിച്ചത്, അദ്ദേഹത്തിന് അഭിപ്രായം എന്താ ഉള്ളത്? അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ടോ? ജയിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഉദുമ നിയോജക മണ്ഡലത്തിലെ ഏതാ സ്ഥലം? പുളിയാർ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ CPM-ന്റെ MLA ആണ് ഇല്ലേ? എന്റെ പേരാണ് കുഞ്ഞമ്പോ, CH കുഞ്ഞമ്പു. ഇതിനു മുമ്പ് മഞ്ചേശ്വരത്ത് പ്രാവശ്യമായിട്ട് ജയിച്ച ആളാണ് ഇല്ലേ? അദ്ദേഹം ജയിച്ചത് ഏകദേശം ഒരു 13,000 വോട്ടിന്റെ ലീഡിനാ ജയിച്ചത് അല്ലേ? ഇപ്രാവശ്യം എന്താ സ്ഥിതി? കടുപ്പില്ല. കുഞ്ഞമ്പുവിന് സാധ്യത ഉണ്ടോ? സാധ്യത ഉണ്ട്, UDF സാധ്യത ഉണ്ട്. പിണറായി വിജയനെ പറ്റിയിട്ട് മുഖ്യമന്ത്രി നിലയിൽ കുഴപ്പമില്ല, പക്ഷെ ആഭ്യന്തരം പരാജയമാണ്. മറ്റുള്ള കുറെ വകുപ്പുകളുണ്ട്, അതൊക്കെ പരാജയമാണ്. ഇനി അടുത്ത മുഖ്യമന്ത്രി വരാൻ നിങ്ങളെ കാണുന്നതിൽ കാഴ്ചപ്പാടിൽ ആരാണ്? എന്റെ കാഴ്ചപ്പാടില് VD സതീശനാ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? അതൊന്ന് പറയോ? കുഞ്ഞമ്പു ജയിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അദ്ദേഹം തന്നെ ജയിക്കോ? ഒരു ഇലക്ഷന്റെ സർവാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടത്തെ CH കുഞ്ഞമ്പു ഒന്ന് ഇത് പിടിക്കോ? CH കുഞ്ഞമ്പുവിന് സാധ്യത ഉണ്ടോ ഇവിടെ ഇലക്ഷൻ ജയിക്കാൻ? കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സാധ്യത ഉണ്ടോ? ഇല്ല, ഞങ്ങളെ സഖാവ് കുഞ്ഞമ്പു സാർ തന്നെ ജയിക്കും. കാട്ടയ്ക്ക് പിടിച്ച് ഞങ്ങൾ ജയിപ്പിക്കും. പറയാനോ ഞങ്ങളെ ചങ്കാട്, ഞങ്ങള് സർവം. പിന്നല്ലാണ്ട് ആഗ്രഹമുണ്ട്, അതന്നെ ഞങ്ങളെ സ്വപ്നം. എന്താണ് കേരള ജനതയോട് പറയാനുള്ളത്? കേരള ജനതയോട് പറയാല് നേരും നെറിയുള്ള സത്യത്തിന്റെ കൂടെ നിൽക്കണം, വോട്ട് കൊടുക്കണം. സത്യത്തിന്റെ കൂടെ വോട്ട് കൊടുക്കണം. തീർച്ചയായിട്ടും അതിന്റെ സപ്പോർട്ട് ഞാനുണ്ട്. പിന്നെ വേറെ ഇവിടെ BJPക്ക് എന്തെങ്കിലും കേരളത്തിൽ എന്തെങ്കിലും ചലനം നടത്താൻ കഴിയുമോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? അവരാൽ കഴിയുന്നത് അവർ ചെയ്യുന്നുണ്ട്, പിന്നെ അവരെ മെടുക്ക് പോലെ ഇരിക്കും. പക്ഷെ ഞങ്ങള് വിട്ടെടുക്കൂല. എന്താ ഇവിടുത്തെ CH കുഞ്ഞമ്പു സാറിനെ പറ്റിയിട്ട്? അദ്ദേഹം പുള്ളി മഞ്ചേശ്വരം മുമ്പ് ജയിച്ച ആള് നല്ല ആളാണ്, നല്ല വ്യക്തിയാണ്. ഇപ്രാവശ്യം അദ്ദേഹം തന്നെയാണ് നിൽക്കുന്നത്. അതെ, എന്നാലും ഞങ്ങൾ നല്ല പോലെ വിജയിപ്പിക്കും. സാധ്യത തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇത് ആ സ്ഥലത്തിന്റെ പേരൊന്നും പറഞ്ഞിട്ടോ? ഈ സ്ഥലത്തിന്റെ പേരാ ഇത് ബോവിക്കാന, പുളിയാർ പഞ്ചായത്തില് ബോവിക്കാന നിയോജക മണ്ഡലം. അതെ. ഏത് മണ്ഡലം അത്? ഉദുമ മണ്ഡല. ഇതല്ലേ ചമ്മനാട് പഞ്ചായത്തല്ലേ? CH കുഞ്ഞമ്പുന്റെ മണ്ഡലം അല്ലേ? ഉദുമ പഞ്ചായത്ത്. അപ്പൊ ചമ്മനാട് പഞ്ചായത്ത് ഇതിൽ പെട്ട ഉദുമയിലുള്ള? ഓക്കെ. എങ്ങനെ ഇവിടെ സാധ്യത എങ്ങനെയാണ്? ആർക്കാണ് പറയാൻ പറ്റുന്നല്ലേ? മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? വ്യത്യാസമൊന്നുമില്ല അല്ലേ? അപ്പൊ ഇവിടെ CH കുഞ്ഞമ്പനായിരിക്കും ചെയ്യാൻ സാധ്യത ഉള്ളത്. UDF നല്ലൊരു സ്ഥാനാർത്ഥി വന്നാലേ ഏറ്റവും സാധ്യത ഉണ്ടോ? മറിയാൻ ചാൻസ് ഉണ്ട്. വന്നിട്ടുണ്ട് അല്ലേ? അല്ല, ഈ CH കുഞ്ഞമ്പു അല്ല കുറെ ആയില്ല ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഇതല്ലേ? MLA അല്ലേ ഇവിടെ? മാറി വരും. കുഞ്ഞമ്പു അല്ലേ? ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട് അല്ലേ? 100% ജയിക്കുമെന്നാ പറയുന്നത്.
ഓക്കെ ശരി. ഇത് ഉദുമ പഞ്ചായത്തിൽ പെട്ടല്ലേ? മണ്ഡലത്തിൽ പെട്ടല്ലേ? സി എച്ച് കുഞ്ഞമ്പുന് ഇവിടെ സാധ്യത ഉണ്ടോ? ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഉറപ്പ് പറയുന്നുണ്ട് സി എച്ച് കുഞ്ഞമ്പുനാണ് ജയിക്കുമെന്നുള്ളത്. പിന്നെ BJP ഇവിടെ വലിയ കാര്യമായിട്ട് ഇല്ല അല്ലേ സുഹൃത്തിനോ? പിന്നെ കോൺഗ്രസ് ആണ് രണ്ടാം. കോൺഗ്രസിന് സാധ്യത ഉണ്ടോ? കോൺഗ്രസിന് സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഈ പരിസ്ഥിതിയിൽ പറയാൻ കഴിയില്ല. പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? കൽനാട്. കൽനാട് എന്ന് പറഞ്ഞാൽ ചെമ്മനാട് പഞ്ചായത്തിൽ. ഏതാ മണ്ഡല? ഉദുമല്ല ഇത് പഞ്ചായത്ത്? ഇവിടെ സ്ഥാനാർത്ഥി ആരാ? സി എച്ച് കുഞ്ഞമ്പു അല്ലേ? ഉള്ളതാണ്. ഓക്കെ. ജയിക്കാൻ സാധ്യത ഉണ്ടോ? തീരുമാനിക്കാനില്ല അല്ലേ? ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലേ? മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം. ജയസാധ്യത ഉള്ളത് ഇപ്പോൾ സി എച്ച് കുഞ്ഞമ്പു ഇല്ലെങ്കിൽ CPM തന്നെ ജയിക്കുമോ? CPM തന്നെ. ഇലക്ഷൻ്റെ സർവാണ്. ഇവിടെ ജയിക്കാൻ ആരാ സാധ്യത? ആരാളുള്ളത്? LDF സി എച്ച് കുഞ്ഞമ്പു അല്ലേ? ഇനിയിപ്പോൾ കുഞ്ഞമ്പു നിൽക്കോ? തീരുമാനിച്ചില്ല അല്ലേ? ഓരോ മുമ്പരെല്ലാം വേറെ ആരും ഇല്ല, പാർട്ടി ആരും ഇല്ല. LDF ഉണ്ട് അല്ലേ? ചേട്ടാ ഒരു ഇലക്ഷൻ സർവേ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? അറിയില്ല. ഇതേതാ മണ്ഡലം? ഏതാ? ഉദുമ മണ്ഡലം അല്ലേ? അപ്പോൾ സി എച്ച് കുഞ്ഞമ്പു അല്ലേ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള? തീരുമാനിച്ചോ? അത് ആയില്ല അല്ലേ? ജയിക്കാൻ സാധ്യതയുള്ള കേരള മുഖ്യമന്ത്രിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഒന്നുമില്ല. മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ മനസ്സിൽ? ആരുമില്ല. ശരി. ഇവിടെ ഇലക്ഷൻ്റെ ഒരു സർവേ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? മൂന്നാളും ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ MLA ആരാണ്? സി എച്ച് കുഞ്ഞമ്പു അല്ലേ? അത് പുള്ളി നിൽക്കുകയാണെങ്കിൽ ജയിക്കുമോ? പറയാൻ പറ്റില്ല. ഓക്കെ ശരി. ചോദ്യം ഇലക്ഷൻ്റെ ഒരു സർവേ ആണ്. ഇവിടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? എങ്ങനെ ഇവിടെ ജയിച്ചു വരുന്നത്? LDF തന്നെ ജയിക്കാനാണ് സാധ്യത അങ്ങനെ കാണുന്നത് അല്ലേ? ഇത് ഏതാ സ്ഥലം? ഏതാ? പാലക്കുന്ന് എന്ന് പറയുന്ന ഉദുമ ഇതിൽ മണ്ഡലമുള്ള അല്ലേ? ശരി. ഓക്കെ ബൈ. ഇലക്ഷൻ്റെ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? അറിയില്ല. ഓക്കെ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? ജയിക്കാനുള്ള സ്ഥാനാർത്ഥി ബലാബലാണ് അല്ലേ? ഇത് ഏത് ഇതിൽപ്പെട്ട? ഉദുമയിൽ പെട്ടല്ല? ഉദുമ നിയോജകമല്ല. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അറിയില്ല. ജയസാധ്യതയുള്ള അല്ല രാഷ്ട്രീയക്കാരോട് അല്ലേ കിട്ടണ്ടേ? നിങ്ങളെപ്പോലുള്ള നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കിട്ടണ്ടേ? ഇവിടെ സ്ഥാനാർത്ഥി നിഷ്പക്ഷമായിട്ട് പറയാൻ ആരാ ജയിക്കുക? കുഞ്ഞമ്പു ജയിക്കും. അപ്പൊ സ്ഥാനാർത്ഥി നല്ല കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിൽ ആ സ്ഥാനാർത്ഥി ഉണ്ടോ? നിർണായക ഉണ്ട് അല്ലേ? പേര് നിൽക്കുന്നത് എല്ലാവരോടും വോട്ട് അപേക്ഷിക്കാൻ ഇങ്ങനെ ഇത് വോട്ട് ചെയ്തിട്ട് വോട്ടിന് വേണ്ടിയിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയത്തിനനുസരിച്ചായിരിക്കും വിജയ സാധ്യത. ഇത് ഏതാ മണ്ഡലം? ഉദുമ ഏതാ സ്ഥലം? അത് ബേക്കൽ ജംഗ്ഷൻ അല്ലേ? ഓക്കെ. എങ്ങനെ? നിയോജക മണ്ഡലം ബേക്കൽ. ശരി. ഓക്കെ. സ്ഥാനാർത്ഥി എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയിരിക്കും വോട്ടിന്. ശരി. ഇപ്പോൾ വോട്ട് ചെയ്ത് ജയിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞമ്പു വരില്ലേ? ഓക്കെ ആണ് അല്ലേ? ബാക്കി കോൺഗ്രസിന്റെ മറ്റേ MP മാരൊന്നും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കില്ല. എവിടെ ഇല്ല അല്ലേ? അതാണ് പ്രശ്നം. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാ? അറിയില്ല അല്ലേ? അതൊക്കെ അറിയോ? അഭിപ്രായം ഉണ്ടോ? ഇലക്ഷൻ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? അറിയോ? അറിയില്ല. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? അഭിപ്രായം ഇല്ല. ഇവിടെ ജയിക്കാനുള്ള സാധ്യത ഇലക്ഷനിൽ കോൺഗ്രസ്. ഇത് ഏതാ പഞ്ചായത്ത്? ഏതാ വാർഡ്? ഏതാ? പള്ളിക്കര വാർഡല്ലേ? കുഞ്ഞമ്പുന്റെ വാർഡല്ലേ? ഈ MLA കുഞ്ഞമ്പുന്റെ അഭിപ്രായം എന്താണ്? എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? കാര്യമായിട്ടില്ല. കേരള മുഖ്യമന്ത്രിന്റെ എന്താ അഭിപ്രായം? നല്ലതാണ് അല്ലേ? അപ്പോ ഇവിടെ LDF ജയിക്കാൻ സാധ്യത ഉണ്ടോ? ഉണ്ട്. രണ്ടുപേർക്കും ഉണ്ട് അല്ലേ സാധ്യത? ഇത് ഏതാ പഞ്ചായത്ത്? ഏതാ?
പള്ളിക്കര പഞ്ചായത്ത്. ഓക്കെ, ശരിയാ. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? നാട്ടില്ല. എവിടെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി? അവിടെ ആരാണ്? LDF ആണ് ഇല്ലേ? ആ മറ്റേ അത് ഏതാ വാർഡ്? ഏതാ പച്ചക്കാട്? എട്ടപ്പാട് എന്ന് പറയുമ്പോ മറ്റേ ഇതിന്റെ ആണോ? മറ്റേ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ആണോ? കാഞ്ഞങ്ങാട് ഇതിലുള്ള പച്ചക്കാട് അവിടെ LDF ആണ്. ഓക്കെ, ശരി. ഒരു ഇലക്ഷൻ സർവേ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? അഭിപ്രായം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ജയിച്ചു. ഈ പ്രാവശ്യം ജയിക്കാൻ സാധ്യത പറയാൻ പറ്റില്ല. ടൈറ്റ് ആണ് ഇല്ലേ? BJPക്ക് ആ സാധ്യത ഒന്നും ഇല്ലല്ലോ ഇവിടെ. കോൺഗ്രസിന് സാധ്യത ഉണ്ടോ? ടൈറ്റ് ആണെന്നാ പറയുന്നത്. ടൈറ്റ് ഇല്ല അല്ലേ? കുഞ്ഞമ്പൂവിന്റെ എന്താ അഭിപ്രായം ഉണ്ടോ ഇവിടെ? MLA അഭിപ്രായം ഉണ്ട് അല്ലേ? ശരി. ഇത് പള്ളിക്കര പഞ്ചായത്ത് അതാ? പള്ളിക്കര. ശരി.